ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഇലക്ട്രോണിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഹാഫ് വേവ് ഒക്കെ കഴിഞ്ഞു അല്ലേ. ഫുൾ വേവ് ആണ് പഠിക്കാനുള്ളത്. സിലബസ് പുതിയ വന്ന സിലബസിൽ ഈ കാര്യങ്ങൾ കൺവേർട്ടേഴ്സ് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളെന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ സിംഗിൾ ഫേസ് ഫുൾ വേവും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾഡും അതുപോലെ സെമി കൺട്രോൾഡും അതിൻ്റെ ഫിഗറും അതിൻ്റെ കുറച്ച് ഇക്വേഷൻസും അതിൻ്റെ കൺസെപ്റ്റ്സും മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് കൺവേർട്ടേഴ്സ് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ 3 ഫേസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ പിന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾഡ് നോക്കാം. സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർട്ടേഴ്സിന് സിലബസിൽ തന്നതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആക്ച്വലി. ഓക്കെ, പക്ഷേ ഒരു സീരീസ് പാരലൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏത് വേണമെങ്കിൽ കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺവേർട്ടറിൽ നമ്മൾ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, അവിടെ നമ്മുടെ സപ്ലൈൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ തൈറിസ്റ്റർ ആവുമെന്ന് ഓർക്കുക. സിമിലർലി ഇറ്റ് ഈസ് ഹാവിങ് 4 തൈറിസ്റ്റേഴ്സ്. ഓക്കെ, 4 തൈറിസ്റ്റർ ഇവിടെ ഉണ്ട് എന്നുള്ള പോയിൻ്റ് ഓർക്കുക. അപ്പോൾ 1 2 3 4 തൈറിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പം വി ആർ ഗിവിങ് എ സപ്ലൈ, ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ ആരുണ്ട്, ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ I0, ഇത് VS. അപ്പോൾ ഇത് T1, ഇത് T3, ഇത് T4, ഇതെന്താണ് T2. അപ്പോൾ ഇതാണ് A പോയിൻ്റ്, ഇത് B. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇതിൻ്റെ വേവ് ഫോം നമുക്ക് ആദ്യം തന്നെ വരക്കാം. വേവ് ഫോം ത്രൂ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതാവും കുറച്ചും കൂടി ബെറ്റർ. അപ്പം നമ്മുടെ കയ്യിലുള്ള വേവ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലുക്ക് സംവാട്ട് ലൈക്ക് ദിസ്. ഓക്കെ, അതുപോലെ ഫുള്ളായതുകൊണ്ട് തന്നെ നമ്മൾ 2 എടുത്ത് അനലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പൾസ് ട്രിഗറിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൾസ് ട്രിഗറിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ കാണിക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന 2 പൾസ് നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ആ പൾസ് കൊടുക്കുന്നത് ഞാനിവിടെ കാണിക്കാം. ഒരു പൾസ് ഇവിടെയും, സിമിലർലി നെക്സ്റ്റ് വൺ ഇവിടെ, അടുത്തത് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ. അപ്പോൾ അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയറിംഗ് പൾസുകൾ. 1 2 3 4. ഓക്കെ, അങ്ങനെ ഫയറിംഗ് പൾസുകൾ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് പൾസ് IG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ VSനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇത് VAB എന്നും ഇത് VBA എന്നുമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പൈ, ഇതാണ് നമ്മുടെ 2π. ഇവിടെയാണ് ഈ ആംഗിൾ നമുക്കറിയാം, ഇതാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൽഫ ട്രിഗറിങ് ആംഗിളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വേവ് ഫോമുകൾ എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രിഗറിങ് ഉണ്ടാവും. അപ്പോൾ വേവ് ഫോം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ നമ്മുടെ പൈ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ പൈ ഉണ്ട്. ഇത് π + ആൽഫയാണ്. ഓക്കെ, ഇവിടെ പൈ, ഇവിടെ അടുത്ത 2π ഉണ്ട്. ഇത് 2π + ആൽഫ. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡിപ്പ് വരുന്നത്. സിമിലർലി ഇറ്റ് ഗോസ് ഓൺ. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വോൾട്ടേജ് അക്രോസ് തൈറിസ്റ്റർ T1 T2.
ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് അക്രോസ് T3യും T4ഉം ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് വേവ് ഫോമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ T3 T4ൻ്റെ വേവ് ഫോം. ഇനി നമുക്ക് ഒരു വേവ് ഫോമും കൂടി ഉണ്ട്, അത് സോഴ്സ് കറണ്ട് തന്നെയാണ്. അത് സെപ്പറേറ്റ് ഞാൻ പിന്നെ വരയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലുള്ള തൈറസ്റ്ററുകൾ T1ഉം T3യും T1 T2 T3 T4. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ലോഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അത് ലോഡ് കറണ്ട് കോൺസ്റ്റന്റ് നമ്മൾ RLയോ അല്ലെങ്കിൽ RL ലോഡോ ആണ് എടുക്കുന്നതെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഹൈ ഇൻഡക്റ്റീവ് ലോഡാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡിപ്പ് വരുന്നത്. നമുക്കറിയാലോ, എനർജി സ്റ്റോറേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഡിപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ നമ്മുടെ സാധാരണ കേസിൽ VAB എന്ന് പറയുന്ന സാധനം എന്താണ് നമുക്കറിയാം, VM sin omega t. അപ്പോൾ VBA എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് വിൽ ബി -VM sin omega t. ശരിയല്ലേ? ഇനി ഓരോ ഇൻസ്റ്റൻ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് 0 to α ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ α to π + α, α to π + α എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ α to π + α എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോൾ α to π + α നമ്മുടെ ലോഡ് കാരണം നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. എന്താണ് ലോഡ് കറണ്ട് നമ്മൾ എന്താണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ α to π + α ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, ഏതൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ α മുതൽ π + α എന്ന് വെച്ചാൽ നമ്മുടെ T1ഉം T2 എന്താവും, ഷോർട്ടഡ് ആവും. ഇതാ ഈ T1 T2 എന്താവും, ഷോർട്ടഡ് ആവും. അപ്പോൾ T1 T2 ഷോർട്ടഡ് ആവുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VS. അത് തന്നെയാണ് എന്ത് VM sin omega t. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെ ആയിരിക്കും, VAB ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ആ ഷോർട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും, നമ്മൾ നേരത്തെ ഉള്ള പോലെ ഇതാ ഈ T1 T3 T4 ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇതിങ്ങനെ ഇതായിരിക്കും, ഓപ്പൺ ആയിരിക്കും, ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ലൈക്ക് ഫിഗറാണ് വരിക. അപ്പോൾ നമ്മളത് ജസ്റ്റ് അത് ഫിഗർ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. ഇതാ കൺഫ്യൂഷൻ വേണ്ട. ഇതാ ഇത് T1, ഇത് സപ്ലൈ, ഇതിപ്പോൾ ഇവിടെ നമ്മൾ T2. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഫിഗറാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേകത, ഇത് നമ്മുടെ ലോഡ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളെ സപ്ലൈ വോൾട്ടേജ്, ഇതാണ് നമ്മളതിൻ്റെ ക്ലോസുള്ള വോൾട്ടേജ്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് വേവ് ഫോം ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് കറണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ സമയത്ത് ഇത് ഓണായി, T1 T2 ഓൺ ആകുമ്പോഴുള്ള ഫുൾ സ്വിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് കിട്ടി. പിന്നെ ഒരു ഡിപ്പ് വന്നു. ഡിപ്പിൻ്റെ ഇൻഡക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇത് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ കറണ്ട് ലോഡ് കറണ്ട് ഈ രണ്ട് ട്രിഗർ ചെയ്യുന്ന കറണ്ടിലെ ഹോൾഡിങ് കറണ്ടിനെക്കാട്ടിയും കുറയണം. ഏത് രണ്ട് കറണ്ടിനെക്കാട്ടിയും, നമ്മുടെ T1 T2 പ്രോസസ്സ് ചെയ്യുന്ന ഹോൾഡിങ് കറണ്ടിനെക്കാട്ടിയും കുറവായിരിക്കണം നമ്മുടെ ലോഡ് കറണ്ട്. എന്നാലും മാത്രമേ ഇത് ഓഫ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യുവാണ്. സപ്ലൈ റിവേഴ്സ് ചെയ്യുന്ന സമയം നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ റിവേഴ്സ് ചെയ്യുവാണ്. റിവേഴ്സ് ചെയ്താലും ഇത് കണ്ടിന്യൂ ചെയ്യും ഫ്ലോ. അതായത് വിത്ത് റെസ്പെക്ട് ഇൻഡക്ടറിൻ്റെ പ്രസൻസോട് ഇത് കണ്ടിന്യൂ ചെയ്യും. എവിടെ നിന്ന് എവിടം വരെ, π മുതൽ π + α വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. കാരണം ലോഡ് കറണ്ട് എന്താണ്, നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓഫ് ആവുന്ന ആ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഇൻസ്റ്റൻറ്റിലാണ് ഓഫ് ആവാൻ തുടങ്ങുക, π + α ഇൻസ്റ്റൻറ്റ് T1 T2 എന്ത് ചെയ്യുക, ഓഫ് ആവുക. അല്ലെങ്കിൽ ഏത് ബയാസിലേക്ക് പോവുക, റിവേഴ്സ് ബയാസിലേക്ക് പോവുക. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് ട്രിഗർ ആവും, ഈ π + α ഏത് ട്രിഗർ ആവും, നമ്മുടെ നെക്സ്റ്റ് പൾസുകൾ അതേതൊക്കെയാണ്, ഇതാ T3 T4. ഇത് T1 T2ൻ്റെ ആണെങ്കിൽ ഏതാണ്, T3 T4 എന്താവും, ഓൺ ആവും. അപ്പോൾ ഒരെണ്ണം ഓഫ് ആകുമ്പോൾ ഒരെണ്ണം എന്താവും, ഓൺ ആവും. ക്ലിയർ? അത് ഏത് ഇൻസ്റ്റൻറ്റിൽ നടക്കുന്ന, α മുതൽ π + α വരെ, സോറി π + α മുതൽ നെക്സ്റ്റ് ഇത് വരെ അല്ലേ, π + α മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. π + α മുതൽ 2π + α വരെ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ
T3 T4 ആണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ നേരത്തെ അതായത് നമ്മൾ ഈ ചെറിയൊരു ഇൻസ്റ്റൻ്റ് എടുക്കുക, അതായത് നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യണം ആക്ച്വലി. ഓക്കെ, അപ്പോൾ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ T3ൻ്റെയും T4ൻ്റെയും അക്രോസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ T3ൻ്റെയും T4ൻ്റെയും അക്രോസ് എപ്പോഴാണിത് സംഭവം നടക്കുന്നത്? അതായത് ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെയുള്ള ചെറിയ ഗ്യാപ്പ് എടുക്കുക. ഇതായത് ഈ ഗ്യാപ്പ് ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെ ഇവിടെ അല്ലേ, ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെ ഈ ഇൻസ്റ്റൻറ്റിൽ നിങ്ങളുടെ തൈറിസ്റ്ററിൻ്റെ വോൾട്ടേജ് എത്രയാണ്? അതായത് തൈറിസ്റ്ററിൻ്റെ T1 T2ൻ്റെ വോൾട്ടേജ് എത്ര വരിക? ഇത് ലോഡ് വോൾട്ടേജ് ആണ്, ഇത് T1 T2 അല്ല, ഇത് ലോഡ് വോൾട്ടേജ് ആണ് കേട്ടോ, ഔട്ട്പുട്ട് വോൾട്ടേജ് കേട്ടോ. ഇപ്പോൾ T1 T2 എന്ന് പറഞ്ഞ സംഭവം എന്താ വരിക? T1 T2 മാത്രമായിട്ട് വരക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി, ഇത് ലോഡ് വോൾട്ടേജ് ആണ് വരച്ചത് കേട്ടോ. ലോഡ് വോൾട്ടേജ് സമയത്താണ് T1 T2 കണ്ടക്ട് ചെയ്യുന്നത്, T3 T4 എഴുതി മാറിപ്പോയതാണ്. ഇത് T1 T2ൽ എന്താ സംഭവിക്കുക? ഇത് ഷോർട്ടാവും അല്ലേ, നമ്മുടെ തൈറിസ്റ്റർ എന്താവും? ഷോർട്ടാവും. പിന്നെ എന്ത് ചെയ്യും? റിവേഴ്സ് ബയസ്ഡ് ആവും, ഇങ്ങനെ പോവും. T3 T4 സമയത്ത് ഇത് അല്ലേ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയില്ല? അപ്പോൾ T1 T2 ഷോർട്ട് ആവാന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? T1 T2ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 0. T3 T4ൻ്റെ അക്രോസുള്ള വോൾട്ടേജോ നിങ്ങൾ നോക്കൂ, T3 T4ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഇറ്റ് വിൽ ബി -V0. ശരിയല്ലേ? T3 T4 അക്രോസുള്ള വോൾട്ടേജ് -V0. അപ്പോൾ അതാണ് ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെയുള്ള കാര്യം. ഇനി ഇതുപോലെ തന്നെ പൈ പ്ലസ് ആൽഫ മുതൽ നമുക്ക് 2π പ്ലസ് ആൽഫ വരെ വരും. അപ്പോൾ പൈ പ്ലസ് ആൽഫ മുതൽ 2π പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ പോലെ ഏത് ട്രിഗർ ചെയ്യുക? ഇവിടെ T3 T4 ആണ് ട്രിഗർ ചെയ്യുക. അപ്പോൾ T3 T4 ട്രിഗർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ തൈറിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജുകൾ എത്രയായിരിക്കും? ഷോർട്ടാവും. വോൾട്ടേജ് T3 T4ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്താ? ഷോർട്ടായി അല്ലേ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്ര വരും? 0. അതുപോലെ തന്നെ T1 T2ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ത് വരും? ഇറ്റ് വിൽ ബി -V0. നിങ്ങൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. T1 T2ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഇതാണ് T1 T2ൻ്റെ അക്രോസുള്ള ആ സമയത്തുള്ള വോൾട്ടേജ് പൈ പ്ലസ് ആൽഫ മുതൽ 2π അല്ലേ. അപ്പോൾ T1 T2ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്താവും? ഇറ്റ് വിൽ ബി -V0. ഇവിടുത്തെ T3 T4ൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ത് വരും? ഇറ്റ് വിൽ ബി 0. ക്ലിയർ? അപ്പോൾ T1 T2 എന്ന് പറഞ്ഞാൽ -V0 എന്നും T3 T4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഇൻസ്റ്റൻസ്. ഓക്കെ, ഇനി സർക്യൂട്ട് ടേൺ ഓഫ് ടൈം നിങ്ങൾ കുറച്ച് ഇത് പഠിച്ചാൽ മതി, നമ്മളെ വാല്യൂസ് പഠിച്ചാലും മതിയോ, ഞാൻ ലാസ്റ്റ് സമ്മ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത്. റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് വിൽ ബി നിങ്ങളെ സർക്യൂട്ട് റിവേഴ്സ് ബയാസ് ആവുന്ന നോക്കുക. ഈ ഒരു ഇൻസ്റ്റൻറ്റ്, അതായത് ആൽഫ മുതൽ നമ്മുടെ പൈ വരെ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ആൽഫ മുതൽ പൈ വരെ, അതായത് ഒമേഗ TC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പൈ മൈനസ് ആൽഫ, ദാറ്റ് ഇസ് TC = പൈ മൈനസ് ആൽഫ ബൈ ഒമേഗ. ദിസ് ഈസ് യുവർ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെ എന്താണ്? T1 T2 കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് പൈ പ്ലസ് ആൽഫ മുതൽ അടുത്ത 2π പ്ലസ് ആൽഫ വരെ ആര് കണ്ടക്ട് ചെയ്യും? T3 T4 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഉള്ള തൈറിസ്റ്റർ വോൾട്ടേജ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ തൈറിസ്റ്റർ ആ സമയത്ത് തൈറിസ്റ്റർ വോൾട്ടേജ് T1 T2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ എന്തായിരിക്കും? -V0 ആയിരിക്കും. സിമിലർലി തിരിച്ച് നോക്കുവാണെങ്കിൽ T3 T4 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? T1 T2 0 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി -V0 അല്ലേ. ഇത് 0 ആയിരിക്കും, ഇതെന്തായിരിക്കും? -V0. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയാനുള്ളത്. ആ സർക്യൂട്ട് ടേൺ ഓഫും കൂടി പഠിക്കുക. ഞാനൊരു ടേബിൾ തരാം, ആ ടേബിൾ പിന്നെ പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സോഴ്സ് കറണ്ടുകളും ആവറേജ് കറണ്ടുകളൊക്കെ കാണണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി V0 ആവറേജ്. അതെത്ര വരുന്ന പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/π ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ Vm sin omega t dt. It will be 2Vm/π into cos alpha. ഈ ഫോമുല ഓർത്താൽ മതി. ഓക്കെ, അതുപോലെ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ പൈ മൈനസ് ആൽഫ ബൈ ഒമേഗ. പിന്നെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ തൈറിസ്റ്ററിൻ്റെ കറണ്ടാണ്.
ഓക്കെ, തൈറിസ്റ്ററിൻ്റെ കറണ്ട്, അതായത് എൻ്റെ തൈറിസ്റ്റർ എത്ര പീരീഡിലേക്കാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. തൈറിസ്റ്റർ എത്ര പീരീഡിലേക്കാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്ടിങ് ഫോർ, ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിഗർ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ വരെ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് മൊത്തം കണ്ടക്ഷൻ പീരീഡ് ചോദിക്കുമ്പോൾ എത്ര വരിക? പൈ പ്ലസ് ആൽഫ മൈനസ് പൈ, ശരിയല്ലേ? സോ ആൻസർ വിൽ ബി പൈ. അപ്പോൾ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന എത്ര ടൈമിലേക്ക് വേണ്ടിയാണ്? പൈ ടൈമിലേക്ക് വേണ്ടിയാണ് തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് തൈറിസ്റ്റർ കറണ്ട് എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ദ ഓൺ ടൈം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം. സോ ആൻസർ വിൽ ബി I0/2. ഇതുപോലെ തന്നെ RMSും കാണാനുണ്ട്. RMS എങ്ങനെയാണെന്ന് വെച്ചാൽ I0 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ 2π. സോ ഇറ്റ് വിൽ ബി I0/√2. ക്ലിയർ? പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബൈ ഡയറക്ഷണൽ കറണ്ട് പോസിബിൾ ആണ്. കാരണം രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ കറണ്ട് പോസിബിളായി വന്നു അല്ലേ. അതായത് ഇത് നമ്മൾക്കറിയാം V0 = 2Vm/π × cos ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൽഫ <90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ റെക്ടിഫയർ. സിമിലർലി ആൽഫ <90 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എൻ ഇൻവെർട്ടർ. കാരണം ഇവിടെ V0 > 0, I0 > 0, അതുപോലെ P0 > 0 ആണ്. അതായത് പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? സോഴ്സിന് ലോഡിലേക്കാണ് പവർ കൊടുക്കുന്നത്. ക്ലിയർ? സിമിലർലി ഇവിടെ നോക്കുകയാണെങ്കിൽ V0 <0, I0 <0, I0 <0, P0 <0 വരും. അതായത് ലോഡിൽ നിന്ന് സോഴ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പവർ ചെയ്യുന്നത്. അപ്പോൾ ബൈ ഡയറക്ഷണൽ പവർ അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ എന്താണ് ഇവിടെ പോസിബിൾ ആണ്. അതാണ് നമ്മളിവിടെ നോക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ, 2-3 ഇക്വേഷൻസ് ഉണ്ട്. അത് ഞാനെല്ലാം ഒരു സോർട്ട് ഔട്ട് ചെയ്ത ടേബിൾ എഴുതിത്തരാം. പിന്നെ ടേബിൾ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ എവിടെയാണ് കണ്ടക്ഷൻ നടക്കുന്നതെന്ന് പഠിക്കണം കേട്ടോ. ആ കണ്ടക്ഷൻ നടക്കുന്ന കാര്യങ്ങളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു സാധനമാണ് സിംഗിൾ ഫേസ് ഫുൾ വേവ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ. ഓക്കെ, സെമി കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പോൾ സെമി കൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ പ്രത്യേക സർക്യൂട്ട് നമ്മൾ ആദ്യം പഠിച്ചു വയ്ക്കുക. സെമി കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു തൈറിസ്റ്റർ, സെമി കൺട്രോളിൻ്റെ പ്രത്യേകത 2 തൈറിസ്റ്ററും 2 ഡയോഡേ ഉണ്ടാവുള്ളൂ. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ അന്ന് പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇപ്പോൾ D4 D2, അപ്പോൾ 2 തൈറിസ്റ്ററും 2 ഡയോഡും. ഇത് T1, ഇത് T3, ഇത് D4 D2. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്. അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ വേവ് ഫോംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ അതേ നമ്മുടെ ഈ വേവ് ഫോം തന്നെയാണ് ഇവിടെയും വരക്കേണ്ടത്. ഈ വേവ് ഫോം ഈ ട്രിഗറിൽ തന്നെ വരക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതില്ലേ, ഇത് പോകും. കാരണം നമ്മളെ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ വീലിംഗ് ഡയോഡ് പോലെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ 2 നമ്മളെ സ്ട്രൈപ്സ് എന്ത് ചെയ്യും? പോവും. ഓക്കെ, നമ്മൾ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും? പോവും. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ വരിക? യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ഇങ്ങനെ വരും. പിന്നെ ഇങ്ങനെ അല്ലേ. അപ്പം ഈ ഇൻസ്റ്റൻറ്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതേതാ ഇൻസ്റ്റൻറ്റ്? ഇത് ആൽഫ, ഇത് പൈ, ഇത് പൈ പ്ലസ് ആൽഫ, ഇത് 2π, ഇത് 2π പ്ലസ് ആൽഫ, ഇത് 3π, അങ്ങനെ പോകും. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ കണ്ടക്ഷനാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ പോലെ T1 T2 അല്ല, ഇവിടെ T1 D2 ആണ് കണ്ടക്ട് ചെയ്യുക. ക്ലിയർ? അതേപോലെ ഇവിടെ എന്താ കണ്ടക്ട് ചെയ്യുക? ഇവിടെ T3 D4 ആണ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഈ ചെറിയ പീരീഡിൽ ആരാ കണ്ടക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചോദിക്കും. ആ ചെറിയ പീരീഡിൽ കണ്ടക്ട് ചെയ്യുന്നത് T1 D4 ആണ്. ക്ലിയർ? T1 D4 ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പഠിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു പോയിന്റ് സോഴ്സ് കറണ്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, സോഴ്സ് കറണ്ട് എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് കണ്ടക്ഷൻ നടക്കുന്നത്? ഇതാണ് പോയിന്റ്. നമ്മുടെ ആൽഫ മുതൽ പൈ വരെ തന്നെ കേട്ടോ. പിന്നെ തിരിച്ചു വരും 2π വരെ. ഓക്കെ, സോഴ്സ് കറണ്ടിൻ്റെ കണ്ടക്ഷൻ ഇതൊക്കെ കുറേ പ്രൂഫൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഞാൻ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നത്. ഓക്കെ, കാരണം സിലബസിൽ കറക്റ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൺവേർട്ടേഴ്സ് എടുത്തിട്ട് ഡീപ്പായിട്ടൊന്നും പോകണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കമാണ് പറയുന്നത്.
കാരണം ഇതിന് മുന്നേ ഉള്ള കൺവേർട്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കൺവേർട്ടേഴ്സ് ഇനി ഇതും കൂടിയേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫോമുലാസ് ഞാൻ എന്ത് ചെയ്യാം, ബ്രീഫ് ചെയ്ത് തരാം. അത് മാത്രം പഠിച്ച് പോയാൽ മതിയാവും. പിന്നെ എവിടെയാണ് കണ്ടക്ഷൻ നടക്കുന്നത് ഞാൻ പറഞ്ഞു, അത് പറയുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. T1 എന്ന് പറഞ്ഞാൽ ആൽഫ ടു പൈ പ്ലസ് ആൽഫ, ഫസ്റ്റ് കണ്ടക്ഷൻ. അതുപോലെ തന്നെ നമ്മളെ ഡയോഡിൻ്റെ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫ്രം ആൽഫ ടു പൈ, അതുപോലെ തന്നെ പൈ ടു 2π, ആൽഫ ടു പൈ, പൈ ടു 2π, പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ D2. അപ്പോൾ ഇത് D2, ഇത് D4, ഇതെന്താണ് D2. അപ്പോൾ D2, D4, D2 എന്നുള്ള ഫോമാറ്റിലാണ് അത് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ഇൻസ്റ്റൻസ് എടുത്ത് പഠിക്കണം. അപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ ആൽഫ ടു പൈ എന്ന് പറയുമ്പോൾ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. T1 D2 ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അവരെ പൈ മുതൽ പൈ പ്ലസ് ആൽഫ ഉള്ള പർപ്പസ് എന്താ, ഇവിടെ ട്രിഗറിങ് ഒന്നുമില്ല, കാരണം സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ T3 എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ട്രിഗർ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന T4ഉം T1 എന്താണ്, ഫ്രീ വീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഫ്രീ വീലിംഗ് ആക്ഷൻ വന്നിട്ട് അവിടെ ഇതൊന്നും ഇല്ലാത്തത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സോഴ്സ് കറണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ സോഴ്സ് കറൻസ് എവിടെ നിന്ന് എവിടെ വരെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റേജ് വെച്ചോ. സോഴ്സ് കറൻസ് ആൽഫ മുതൽ പൈ വരെയാണെങ്കിൽ സോഴ്സ് കറണ്ട് ഈസ് ഈക്വൽ ടു I0. അതുപോലെ പൈ മുതൽ 2π പ്ലസ് വരെ ആൽഫയാണെങ്കിൽ T1 D4 ഫ്രീ വീൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഫ്രീ വീൽ ചെയ്യുവാണ്. അപ്പോൾ സോഴ്സ് കറണ്ട് എത്രയാണ്, 0 ആണ്. സിമിലർലി പൈ പ്ലസ് ആൽഫ ടു 2π വരെയാണെങ്കിൽ T3 D4 എന്ത് ചെയ്യുവാണ്, കണ്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ IS എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് I0 ആണ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ തൈറിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ ആണ്. അതാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. കണ്ടക്ഷൻ ആംഗിൾ ഓഫ് തൈറിസ്റ്റർ ഈസ് പൈ. അതുപോലെ കണ്ടക്ഷൻ ആംഗിൾ ഓഫ് ഡയോഡും ചോദിക്കും. ഡയോഡ് ചോദിച്ചാലും പൈ തന്നെയാണ് ആൻസർ. പൈ വരെ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഫിഗറിൽ ഗ്രാഫിൽ വരച്ചിട്ടുണ്ട്. ഇതാ ആൽഫ മുതൽ പൈ പ്ലസ് ആൽഫ, ഇതുപോലെ ആൽഫ മുതൽ പൈ. ഓക്കെ, അപ്പം എന്ത് ചോദിച്ചാലും പൈ ആണ്. ഓക്കെ, ഇങ്ങനെ പൈ ഉള്ളതുകൊണ്ട് തന്നെ ഈ കോൺഫിഗറേഷൻ വിളിക്കുന്ന പേരാണ് സിമെട്രിക്കൽ കോൺഫിഗറേഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണിത് സിമെട്രിക്കൽ കോൺഫിഗറേഷൻ. അപ്പോൾ എല്ലാ സെമി കൺട്രോൾഡ് സർക്യൂട്ട്സിലും നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജും സോഴ്സ് കറണ്ടും ഒക്കെ എന്താണ്, സെയിം ആണ്. ഓക്കെ, ആകെ ഡിഫറൻസ് ഉണ്ടാവുക കണ്ടക്ഷൻ ആംഗിൾ ഓഫ് തൈറിസ്റ്ററും ഡയോഡും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ 3 കോൺഫിഗറേഷൻ പഠിക്കണം. ഒന്ന് സിമെട്രിക്കൽ, പിന്നെ ഒന്ന് അസിമെട്രിക്കൽ, പിന്നെ ഫുൾ കൺവേർട്ടർ വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ ഉണ്ട്. ഓക്കെ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോമുലാസ് നിങ്ങൾക്ക് എഴുതിത്തരാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, കണ്ടക്ഷൻ ആംഗിൾ ഓഫ് ഡയോഡും തൈറിസ്റ്ററും എന്താണ്, പൈ ആണ് അല്ലേ. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സെയിം ആണ്, പൈ പ്ലസ് പൈ മൈനസ് ആൽഫ ബൈ ഒമേഗ. പൈ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ പൈ മൈനസ് ആൽഫ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ആവറേജ് കറണ്ട് ഉണ്ട്, അതെന്ന് വെച്ചാൽ I0 ഇൻറ്റു പൈ ആണല്ലോ കണ്ടക്ഷൻ. സോ ഡിവൈഡഡ് ബൈ 2π, സോ ഇറ്റ് വിൽ ബി I0 ബൈ 2. പിന്നെ IT RMS ഉണ്ട്, അത് I0 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ 2, സോ I0 ബൈ റൂട്ട് 2. ക്ലിയർ. അതുപോലെ തന്നെയാണ് ID ആവറേജും. ID ആവറേജിന് സെയിം വാല്യൂസ് ആണ്. RMS ആയാലും ഇതായാലും സെയിം ആവറേജ് ആണ്, വാല്യൂസ് ആണ്. ഓക്കെ, ഇതാണ് സിമെട്രിക്കൽ കോൺഫിഗറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേ പരിപാടി തന്നെയാണ്. നമ്മളീ പറഞ്ഞ കണ്ടക്ഷൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകത, ഇവിടെയാണ് T1ഉം T4ഉം, ഇവിടെയാണ് 2 ഡയോഡ് ഇങ്ങനെയുള്ളത്. ഈ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് ഏതാ കോൺഫിഗറേഷനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ D3 D2. ഓക്കെ, ഇതിങ്ങനെ വരും. ഇവിടെയാണ് നമ്മുടെ ലോഡ്. ഓക്കെ, അതിൻ്റെ വേവ് ഫോം ഒന്നും ഇനി വരയ്ക്കുന്നില്ല, അതിൻ്റെ കണ്ടക്ഷൻ ആംഗിളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പഠിക്കേണ്ട പോയിൻറ്റ്സ്, ഇവിടെ ആൽഫ മുതൽ പൈ വരെ ആര് കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T1 D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈ മുതൽ പൈ പ്ലസ് ആൽഫ വരെയാണ് ചോദിക്കുന്നതെങ്കിൽ D2 D3 എന്ത് ചെയ്യുന്നു, ഫ്രീ വീൽ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ. സിമിലർലി പൈ പ്ലസ് ആൽഫ മുതൽ 2π വരെയാണെങ്കിൽ T4 D3 ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടക്ഷൻ്റെ സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആൽഫ മുതൽ പൈ വരെ T1 D2, പൈ പ്ലസ് ആൽഫ മുതൽ 2π വരെ T4 D3 ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതിലാകെ വ്യത്യാസമുള്ളത് കണ്ടക്ഷൻ ആംഗിളിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ തൈറിസ്റ്ററിൻ്റെ
കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പൈ മൈനസ് ആൽഫ. അതുപോലെ ഡയോഡിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പൈ പ്ലസ് ആൽഫ. അതാണ് രണ്ട് കണ്ടക്ഷൻ ആംഗിളിലെ വ്യത്യാസം. ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്, നമ്മളെ സോഴ്സ് കറണ്ട്, ആവറേജ് കറണ്ട്, RMS കറണ്ടൊക്കെ കാണാനുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാൻ രണ്ട് ടേബിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ടേബിൾ പഠിക്കുക, പോവുക. അതുപോലെ കണ്ടക്ഷൻ ആംഗിളിൻ്റെ കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ആംഗിളിൻ്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇവിടെ T1 T2, ഇവിടെ T3 T4, അതും മര്യാദയ്ക്ക് ഓർക്കുക. പിന്നെ തരുന്ന ഇക്വേഷൻസ് പഠിച്ചാൽ മതിയാവും. ക്ലിയർ? അപ്പം ആ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം നോക്കുക. പിന്നെ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആവറേജ് കറണ്ട്, തൈറിസ്റ്റർ കറണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോക്കണം. അതും കൂടി നമ്മളൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കേസിലുള്ള ഈ തൈറിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫുൾ കൺട്രോൾഡിൻ്റെ കാര്യത്തിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2Vm/π × cos ആൽഫയാണ്. ക്ലിയർ? അതുപോലെ നമ്മുടെ ആവറേജ് കറണ്ടൊക്കെ നോക്കുക. I0 തൈറിസ്റ്ററിൻ്റെ ആവറേജ് കറണ്ട് നോക്കുക. അതുപോലെ RMS കറണ്ട് നോക്കുക. ഓക്കെ, സർക്യൂട്ട് ടേൺ ഓഫ് ടൈമും കൂടി നോക്കുക. ഈ 3 കാര്യം നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, വേറെ ഇതിൽ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അപ്പം ഈ I0/2 ഓർക്കുക, I0/√2 ഓർക്കുക, 2Vm/π cos ആൽഫ ഓർക്കുക, π മൈനസ് ആൽഫ/ω നോക്കുക. കണ്ടക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, സിമെട്രിക്കലും അസിമെട്രിക്കലൊക്കെ വരുന്നത് എവിടെയാണ്, സെമി കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2-3 ടേബിൾ വരച്ചു തരാം. നിങ്ങൾ ആ ടേബിൾ പഠിച്ചു പോയാലും മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടേബിൾ വരക്കാം. ഓക്കെ, ഈ നമ്മളെ സെമി കൺട്രോളിൻ്റെ കാര്യത്തിൽ മിക്കവാറും ഈ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. ഓക്കെ, കറണ്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് കറൻസിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിൻ്റ്, സെമി കൺട്രോൾഡ് റെക്ടിഫയറിൻ്റെ സിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആകുമ്പോൾ എന്തായിരുന്നു കണ്ടക്ഷൻ ആംഗിൾ എന്ന് ചോദിക്കും. അപ്പോൾ സിമെട്രിക്കൽ കോൺഫിഗറേഷൻ ആകുമ്പോൾ കണ്ടക്ഷൻ ആംഗിൾ രണ്ടും π ആണ്. തൈറിസ്റ്ററിൻ്റെയും π ആണ്, ഡയോഡിൻ്റെയും π ആണ്. അസിമെട്രിക്കൽ കോൺഫിഗറേഷൻ, അതായത് രണ്ട് തൈറിസ്റ്റർ ഒരുപോലെ വരുന്ന കോൺഫിഗറേഷൻ, ഇതാണ് അസിമെട്രിക്കൽ. ഇതാണെന്ത്, സിമെട്രിക്കൽ. ക്ലിയർ? T1 T3 വരുന്നതാണ് എന്ത്, സിമെട്രിക്കൽ. മറ്റേതാണെന്ത്, അസിമെട്രിക്കൽ. നേരെ താഴെ വരുന്നതാണെങ്കിൽ അസിമെട്രിക്കൽ, നേരെ ഹൊറിസോണ്ടൽ പോലെ വരികയാണെങ്കിൽ സിമെട്രിക്കൽ. ഓക്കെ, അസിമെട്രിക്കൽ ആകുമ്പോൾ രണ്ട് ആംഗിളും ഇത് ഈക്വലാണ്. അസിമെട്രിക്കൽ ആണെങ്കിൽ തൈറിസ്റ്റർ π മൈനസ് ആൽഫയും ഡയോഡ് π പ്ലസ് ആൽഫയും. ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാനിവിടെ വരയ്ക്കുന്നതിൽ ഇതിൽ കറൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 3 കോളംസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് കറൻസ്, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു 3 കോൺഫിഗറേഷൻ ഉണ്ട് ശരിക്കും. സിമെട്രിക്കലും ഉണ്ട്, അസിമെട്രിക്കലും ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു കോൺഫിഗറേഷൻ കൂടെ. അതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് പ്ലസ് ഫ്രീ വീലിംഗ് ഡയോഡ്. ഓക്കെ, ഫുൾ വേവ് ബ്രിഡ്ജ് പ്ലസ് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോൺഫിഗറേഷനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം IT ആവറേജ് സിമെട്രിക്കലാണുമ്പോൾ I0/2. ഇനി IT RMS അതെന്താണ്, I0/√2. ID ആവറേജ് രണ്ടും ഈക്വൽ അല്ലേ, I0/2. ID RMS I0/√2. രണ്ടും സെയിം ആയതുകൊണ്ട് അങ്ങനെ പഠിക്കാം. ഓക്കെ, I0/2 I/√2/2. അസിമെട്രിക്കൽ ആകുമ്പോൾ എന്ത് വരും, I0 × π മൈനസ് ആൽഫ / 2π. ക്ലിയർ? ദെൻ അടുത്തത് I0 × √π മൈനസ് ആൽഫ / 2π. ആവറേജ് ആകുമ്പോൾ I0 × π പ്ലസ് ആൽഫ / 2π. ഡയോഡ് ആകുമ്പോൾ √π പ്ലസ് ആൽഫ / 2π. ക്ലിയർ? ഇതിൻ്റെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞു. ഇവിടെ ഡയോഡിൻ്റെ സിമെട്രിക്കൽ കേസിലാകുമ്പോൾ ഡയോഡ് തൈറിസ്റ്ററിൻ്റെ ആംഗിളും π, കണ്ടക്ഷൻ ആംഗിളും π, ഡയോഡിൻ്റെ ആംഗിളും എത്രയാണ്, π ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകണ്ട, തൈറിസ്റ്റർ വന്നപ്പോൾ π മൈനസ് ആൽഫ വന്നു അല്ലേ, ഇവിടെ ഡയോഡ് വന്നപ്പോൾ π പ്ലസ് ആൽഫ. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇത് എഴുതുന്നത് എങ്ങനെയാണ്, ഇത് കണ്ടക്ഷൻ ആംഗിളും ഇത് ടോട്ടൽ ടൈം പീരീഡുമാണ്. അങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ എഴുതുന്നത് കേട്ടോ. അടുത്തത് ഫുൾ വേവ് പ്ലസ് ഫ്രീ വീലിംഗ് ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് വരിക. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിവിടെ കാണിച്ചു തരാം. ഇതിൽ സെയിം തന്നെയാണ്. തൈറിസ്റ്ററിൻ്റെ കേസിൽ സെയിം തന്നെയാണ്. ഫ്രീ വീലിംഗ് വരുന്ന ഡയോഡ് വരുന്ന സ്ഥിതിക്ക് അവിടെ മാത്രമേ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് ഈ സാധനം 2 ആൽഫ എന്നാവും. ഓക്കെ,
ഈ സാധനം 2 ആൽഫ എന്നാവുമെന്ന് പഠിച്ചാൽ മതി. 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 പൈ ആവും. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതിയാവും. ക്ലിയർ? ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ അത് പറയാൻ വിട്ടുപോയ പോയിന്റാണ് സിമെട്രിക്കൽ നമ്മുടെ സെമി കൺട്രോൾഡിൻ്റെ ഔട്ട്പുട്ട് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഓർത്തിരിക്കണം. Vm/π × 1 + cos ആൽഫ സ്ഥിരം പേപ്പറിൽ വരുന്നതാണ്. പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അത് ആക്ച്വലി പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ആവറേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1/π ഇൻ്റഗ്രൽ ആൽഫ മുതൽ പൈ Vm sin ωt എന്ന് വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണിത്. ഓക്കെ, Vm/π × 1 + cos ആൽഫ. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നേരത്തെ നമ്മുടെ ഫുള്ളി കൺട്രോൾഡ് ആണെങ്കിൽ എന്തായിരുന്നു, 2 Vm/π × cos ആൽഫ ആയിരുന്നു. ഇത് സെമി കൺട്രോൾഡ് ആയതുകൊണ്ട് Vm/π × 1 + cos ആൽഫ. ഓക്കെ, ഇനി ഇതുപോലെ നമ്മുടെ കമ്പാരിസൺ ഓഫ് ഫുള്ളി കൺട്രോൾഡും അതുപോലെ തന്നെ സെമി കൺട്രോൾഡിൻ്റെയും ജസ്റ്റ് ചെറിയൊരു ബ്രീഫിങ് പറഞ്ഞുതരാം. ഇവിടെ പാരാമീറ്റേഴ്സ് എഴുതാം. പറ്റുവാണെങ്കിൽ ലാസ്റ്റൊക്കെ ഒരു ഫോർമുലാസിൻ്റെ ഏതൊക്കെയാണ് ഫോർമുലാസ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ബ്രീഫിങ് ഞാൻ ലാസ്റ്റിലോട്ടാകുമ്പോൾ തരാം. പരീക്ഷയ്ക്ക് അടുപ്പിച്ച് അത് മാത്രം നോക്കിപ്പോയാൽ ഞാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തരാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെമി കൺട്രോൾ ഫുൾ കൺട്രോൾഡ് 2 Vm/π × cos ആൽഫ. സെമി കൺട്രോൾഡ് ആണെങ്കിലോ Vm/π × 1 + cos ആൽഫ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൻ്റെ പിന്നെ ഞാനിതിൻ്റെ കറണ്ടിൻ്റെ ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇവിടെ ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചോ, ഫണ്ടമെൻ്റൽ കറണ്ടും സോഴ്സ് കറണ്ടും ആണ് വേണ്ടത്. ഓക്കെ, എന്തായാലും എഴുതി വെച്ചോ. S1 RMS ഫണ്ടമെൻ്റൽ കറണ്ടാണ് ചോദിക്കുന്നതാണെങ്കിൽ 2√2/π × I0. അതുപോലെ സോഴ്സ് RMS ആണ് ചോദിക്കുന്നതെങ്കിൽ I0. ക്ലിയർ? സെമി കൺട്രോൾഡ് ആകുമ്പോൾ 2√2/π × ഇത് പറ്റുവാണെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക കേട്ടോ. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി സിലബസിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അഡീഷണലായിട്ട് പറയുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഫണ്ടമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതും കൂടി വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. ഇറ്റ് ഈസ് ഇവിടെ കോസ് ആൽഫ, ഇവിടെ എന്താണ് കോസ് ആൽഫ/2 ആണ്. ഓക്കെ, അത് ഫൊറിയർ അനാലിസിസിൽ വരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഫൊറിയർ അനാലിസിസ് നിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ കോസ് ആൽഫ/2 ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺവേർട്ടേഴ്സ് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കൺവേർട്ടേഴ്സ്, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് കൺവേർട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കുറേ ഡിവൈസസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ UJT മറ്റേ JFET കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുക. മോസ്ഫെറ്റും IGBT ഞാൻ എടുത്തു തരാം. സിമിലർലി നമുക്കിനി ചോപ്പർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചോപ്പറിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്യാനുണ്ട്, അത് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തരാം. അതേപോലെ നമ്മൾ ഇൻവേർട്ടേഴ്സും ബാക്കിയുള്ള 2-3 ടോപ്പിക്സ് റിമൈനിങ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.